ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയാണെങ്കിൽ ഒരു വീട്ടിൽ ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോകുമ്പം ഒരു പെൺകുട്ടിയെ കുറേ പേർ ചേർന്ന് തട്ടിക്കൊണ്ടുവന്ന് ഒരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയുടെ വർത്തമാനത്തിൽ നിന്നും അവർ പിടിച്ചുകൊണ്ട് വന്നതാണെന്ന് മനസ്സിലാകുന്ന വർഷ ആ കുട്ടിയെ അവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ കൂട്ടുകാരെ എല്ലാവരെയും അറിയിച്ച് ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് കൂട്ടുകാരെയും കൂട്ടി വരുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ വിവേകം കൂടിയുണ്ട്. അങ്ങനെ അകത്ത് നിന്ന് ഗുണ്ടകൾ പുറത്തോട്ട് നോക്കുമ്പം കാണുന്നുണ്ട് മുമ്പ് ഫുഡ് കൊണ്ടുവന്ന ആ ഡെലിവറി ഗേളും പിന്നെ കുറേ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുവാന്ന് അവർ പരസ്പരം പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവർ പിൻവശത്തെ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അതിലൊരു പെൺകുട്ടിയാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് അവരെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊണ്ട് തന്നെ പിന്നിലൂടെ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് വിവേക് എന്ന് അവരെ അടിച്ച് ഓടിക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അടിക്കിടയിലാണെങ്കിൽ വർഷയ്ക്ക് വീണ് കൈക്ക് സാരമായി പരിക്കേൽക്കുന്നുണ്ട്. ഇതെല്ലാം ലൈവായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് വസുന്ധരയും കാണുന്നുണ്ട്. ഇവർ ഈ വീട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ പോലീസിനെ വിവരം അറിയിച്ച് വന്നതുകൊണ്ട് തന്നെ തക്ക സമയത്ത് തന്നെ പോലീസ് വന്ന് ഗുണ്ടകളെയെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വർഷയ്ക്ക് കൈക്ക് നല്ല വേദന കാരണം വർഷയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടറും പറയുന്നുണ്ട് കൈക്ക് സാരമായി പരിക്കേറ്റത് കൊണ്ട് തന്നെ 2 ആഴ്ച കംപ്ലീറ്റും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ കൈയുടെ അവസ്ഥ വഷളാവുമെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട് 2 ആഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തോളാമെന്ന് ഡോക്ടറിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ശിവനന്ദയും അഭിരാമിയും അഞ്ജു ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഉണ്ടായ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാരും പറയുന്നുണ്ട് നിങ്ങൾ തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്, അതിന് കുറേ അഭിനന്ദനമൊക്കെ നൽകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശിവനന്ദയെ എവിടെ കണ്ട് പരിചയമുണ്ടെന്ന് പറയുമ്പോൾ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ അഭിരാമി അഡ്വക്കേറ്റ് ആണെന്നും അഞ്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പം പോലീസുകാരും പറയുന്നുണ്ട് എന്നാൽ പിന്നെ മീഡിയ തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നല്ലത് എന്ന് പറയുന്നുണ്ട്. അത്ര ലെവലിൽ NGK മീഡിയ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണെങ്കിൽ വസുന്ധരയാണെങ്കിൽ വീട്ടിൽ മല്ലികയോട് പറയുന്നുണ്ട് അവർ വീട്ടിലെത്തുന്ന സമയത്ത് അവർക്ക് നല്ലൊരു ഗംഭീര സ്വീകരണം നൽകിയിരിക്കണം. എൻ്റെ കുട്ടികൾ ഇന്ന് ലോകത്തെല്ലാവരുടെയും മുന്നിൽ അറിയപ്പെടുന്ന കുട്ടികളായി. ആ സമയത്ത് മല്ലിക ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട് അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, പേരൻസ് വഴക്ക് പറഞ്ഞതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് കുട്ടിയൊക്കെ ഒരു കാരണവശാലും പേരൻസ് അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കരുതെന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അന്നേരം മല്ലിക പറയുന്നുണ്ട് എൻ്റെ മോളും അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കും, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ മല്ലികയും പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നീനയുടെ അച്ഛനും അമ്മയാണെങ്കിൽ വർഷയ്ക്കും വിവേകിനും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മോളെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തിയതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട് എനിക്കെല്ലാം നന്ദി പറയേണ്ടത് ഇദ്ദേഹത്തിനാണ്, എല്ലാവരും കൂടി ചേർന്നാണ് രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുമ്പം വിവേക് പറയുന്നുണ്ട് ബഹുമാനമൊക്കെ ഉണ്ട്, പുറത്ത് കാണിക്കാത്തതാണെന്ന് ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട് പിന്നെ അല്ലാതെ ഈ കാട്ടുമാക്കാനെന്ന് പറയാൻ പറ്റുമെന്നും ചോദിച്ചുകൊണ്ട് കളിയാക്കുന്നുണ്ട്. വീട്ടിലെത്തിയ എല്ലാവരെയും വസുന്ധര ആരതിയൊക്കെ ഒഴിഞ്ഞാണ് അകത്തോട്ട് കയറുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണ് തട്ടി കാണും, അത് പോകാൻ വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മല്ലിക പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, വിവേകാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് ഓരോന്നും തർക്കിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വർഷം മോള് സമയത്ത് ഇടപെട്ടില്ലായിരുന്നു ആ കുട്ടിയെ മംഗലാപുരത്ത് കൊണ്ടുപോയി അവർ വിറ്റാനെന്നും പറഞ്ഞുകൊണ്ട് വർഷയെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷയ്ക്കൊരു കോൾ വരുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്നാണ് വർഷയെ വിളിക്കുന്നത്. വേറൊന്നിനുമല്ല, അമ്മയുടെയും അനിയത്തിയുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റ് ശരിയായിട്ടുണ്ട്, അത് കൊടുത്തെങ്കിൽ മാത്രമേ നഷ്ടപരിഹാരം ലഭിക്കൂ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് വർഷയ്ക്കാണെങ്കിൽ കണ്ണ് നിറഞ്ഞിട്ട് അത് വസുന്ധരയോട് പറയുന്നുണ്ട് അവരുടെ ജീവൻ്റെ വില എനിക്ക് കിട്ടുന്നെന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട് അവരുടെ ജീവൻ്റെ വിലയല്ല, അവർ നിനക്ക് വേണ്ടി കരുതലാണെന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ വയ്യാത്ത കൈയും വെച്ച് നീ ഒരിക്കലും തന്നെ പോകണ്ട, വിവേക് കൊണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട് ഞാൻ തന്നെ കൊണ്ടാക്കാമെന്ന് പറയുമ്പം ശിവനന്ദ പറയുന്നുണ്ട് ഞാനും കൂടെ വരാമെന്ന്. അപ്പോൾ വിവേക് പറയുന്നുണ്ട് അങ്ങനെ കൂടെ വരണ്ടെന്ന് പറയുമ്പം ശിവനന്ദ തർക്കിക്കുന്നുണ്ട്. അന്നേരം വസുന്ധര പറയുന്നുണ്ട് നിങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് പോയാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മല്ലിക വിവേകിനോട് പറയുന്നുണ്ട് 3 പേര് ഒരു വഴിക്ക് പോകുന്നത് ശരിയാവില്ലെന്ന് പറയുമ്പം അന്നേരം വിവേക് പറയുന്നുണ്ട് അത് നീ അമ്മയോടെ പോയി പറയാമെന്ന് പറയുമ്പം മല്ലിക പറയുന്നുണ്ട് എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ എന്ന് പറയുമ്പം വിവേക് പറയുന്നത് എന്നാൽ ഞാൻ ഒരു ബസ് വിളിക്കാം എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് ദേഷ്യത്തിൽ പറയുമ്പം മല്ലിക പെട്ടെന്ന് അകത്ത് കയറി പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോകുന്ന സമയത്ത് വസുന്ധര ശിവനന്ദയെ മാത്രം വിളിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും എൻ്റെ മരുമോളായി വരണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശിവനന്ദ പറയുന്നുണ്ട് അത് ഒട്ടും താല്പര്യം വിവേകിനില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് ഈ യാത്രയിൽ എങ്ങനെയെങ്കിലും സാധിക്കണമെന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട്. അത് കേൾക്കുന്ന വിവേക് വിചാരിക്കുന്നുണ്ട് അത് ഞാൻ എല്ലാം പൊളിച്ച് കൈ കൊടുക്കാമെന്നൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.